ശ്രീ ശിവായ നമസ്തുഭ്യം. സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ സസ്യശാസ്ത്രത്തിലെ വിവിധ സസ്യങ്ങളെക്കുറിച്ചും അവ നൽകുന്ന പ്രയോജനങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്യും. വ്യത്യസ്ത ദേവതകൾ വ്യത്യസ്ത വൃക്ഷങ്ങളിൽ വസിക്കുന്നു എന്ന് ഞങ്ങൾ പലതവണ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഈ രീതിയിൽ സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ വളരെ പവിത്രമായ ഒരു സസ്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് പറയാം. വളരെ വിലയേറിയ സസ്യം, വളരെ സവിശേഷമായ സസ്യം. ഈ സസ്യം നിങ്ങളുടെ വിധി മാറ്റുകയും ദാരിദ്ര്യം ഇല്ലാതാക്കുകയും ചെയ്യും. എല്ലാവരും ഈ സസ്യം തേടുന്നു, എന്നാൽ ഭാഗ്യവാന്മാർക്ക് മാത്രമേ അത് കണ്ടെത്താൻ കഴിയൂ. ഈ സസ്യം വലിയ സന്യാസിമാരും ദൈവങ്ങളും കൂടാതെ ദൈവങ്ങളാൽ പ്രശംസിക്കപ്പെട്ടതാണ്. കാരണം ഇത് മറ്റേതൊരു മരത്തിലും കാണാത്ത ഒരു അത്ഭുതം തന്നിൽ ഒളിപ്പിച്ചിരിക്കുന്നു. സുഹൃത്തുക്കളെ, നമ്മൾ സംസാരിക്കുന്ന സസ്യം വളരെ അത്ഭുതകരമായ സസ്യമാണ്. ഇത് എണ്ണമറ്റ അത്ഭുതകരമായ ഉപയോഗങ്ങളുള്ളതാണ്. ഇന്ത്യയിൽ മറഞ്ഞു പോകുന്ന പുരാതന ജ്ഞാനത്തിന്റെ അറിവ് പ്രചരിപ്പിക്കുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം. സസ്യങ്ങളുടെ അത്ഭുത ശക്തികളെക്കുറിച്ചുള്ള പ്രത്യേക അറിവ് ഈ ഭൂമിയിൽ നിന്ന് മറഞ്ഞുവരുന്നു. അതിനാൽ ഈ വീഡിയോയിലൂടെ ഈ വിവരം നിങ്ങളുമായി പങ്കുവെക്കുക എന്നതാണ് ഞങ്ങളുടെ ഏക ലക്ഷ്യം. ഇതിലൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ സസ്യങ്ങളെക്കുറിച്ചുള്ള പ്രകൃത്യാതീതമായ അറിവ് നേടാൻ കഴിയും. സുഹൃത്തുക്കളെ, ഓരോ മരവും സസ്യവും അതിൻ്റേതായ തനതായ സവിശേഷതകൾ ഉൾക്കൊള്ളുന്നു. മതം, ആത്മീയത അല്ലെങ്കിൽ ആയുർവേദ കാഴ്ചപ്പാടിൽ നോക്കിയാൽ ഓരോ മരവും ചെടിയും ഏതെങ്കിലും ഒരു രോഗം സുഖപ്പെടുത്തുന്നതിൽ തീർച്ചയായും പ്രയോജനകരമാണ്. കൂടാതെ അവയ്ക്ക് സംശയമില്ലാതെ ചില അത്ഭുത ശക്തികളുണ്ട്. ഈ കാരണത്താൽ നമ്മൾ സസ്യങ്ങളെയും മരങ്ങളെയും ബഹുമാനിക്കണം. ഭഗവാൻ ഹരി പ്രത്യേകിച്ച് പ്രാധാന്യമുള്ളവനായിരിക്കണം. കാരണം എല്ലാ സസ്യങ്ങളിലും കാണുന്ന ശക്തികൾ അല്ലെങ്കിൽ രോഗങ്ങളെ സുഖപ്പെടുത്തുന്ന ഔഷധഗുണങ്ങൾ വിഷ്ണുവിൻ്റേതാണ്. സുഹൃത്തുക്കളെ, ദൈവങ്ങളും ദേവതകളും വിവിധതരം സസ്യങ്ങളിൽ തങ്ങളുടെ വാസസ്ഥലം ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ നിരയിൽ ഇന്ന് സബേദ് കട്ടേരി എന്ന സസ്യത്തെക്കുറിച്ച് നിങ്ങളോട് പറയാം. ഈ സസ്യത്തിൽ ധാരാളം മുള്ളുകളുണ്ട്. അതുകൊണ്ടാണ് ഇത് കട്ടേരി എന്ന് അറിയപ്പെടുന്നത്. സുഹൃത്തുക്കളെ, ഇന്നത്തെ വീഡിയോയിൽ സബേദ് കട്ടേരിയുടെ അമാനുഷികവും അത്ഭുതകരവുമായ ഉപയോഗങ്ങളെക്കുറിച്ച് നിങ്ങൾ അറിയുന്നതാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾ നഷ്ടപ്പെടുത്തിയാൽ നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ ഖേദിക്കേണ്ടി വരും. അപൂർണമായ അറിവ് എപ്പോഴും അപകടകരമാണെന്ന് ഓർക്കുക. അതിനാൽ വീഡിയോ ഒരിക്കലും പാതിവഴിയിൽ ഉപേക്ഷിക്കരുത്. അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ നിങ്ങൾ ഖേദിക്കേണ്ടി വരും. സുഹൃത്തുക്കളെ, അതിന്റെ വേരുകളിൽ എന്തെങ്കിലും പ്രത്യേകത കാണുന്നതുകൊണ്ട് നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ ഖേദിക്കേണ്ടി വരും. ഇതിന് ചില അത്ഭുതകരമായ ശക്തികളുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ അതിനെക്കുറിച്ചാണ് ഞങ്ങൾ നിങ്ങൾക്ക് പറയാൻ പോകുന്നത്. നമ്മൾ പോകുന്നു. നിങ്ങൾ ഒരു ഗ്രാമത്തിലോ നഗരത്തിലോ താമസിക്കുന്ന ആളാണെങ്കിലും കാട്ടിൽ നടക്കാൻ പോവുകയാണെങ്കിലും എവിടെയെങ്കിലും അത് കണ്ടെത്താൻ ഭാഗ്യം നിങ്ങൾക്കുണ്ടെങ്കിൽ വഴിയിൽ തീർച്ചയായും ഇതുപോലുള്ള മരങ്ങളെയും ചെടികളെയും കാണും. ഇതുപോലുള്ള സമയങ്ങളിൽ ഈ വിവരങ്ങൾ നിങ്ങൾക്ക് വളരെ പ്രയോജനകരമാകും. ഈ ചെടിയിൽ നിന്ന് നിങ്ങൾക്ക് ലക്ഷക്കണക്കിന് രൂപ സമ്പാദിക്കാം. ഈ ചെടിയുടെ സഹായത്തോടെ നിങ്ങൾക്ക് നിരവധി അത്ഭുത ശക്തികൾ നേടാനാകും. അതിനാൽ സുഹൃത്തുക്കളെ, ദയവായി വീഡിയോ അവസാനം വരെ ശ്രദ്ധയോടെ കാണുക. ഈ വിലപ്പെട്ട വിവരങ്ങൾ പങ്കിടുന്നതിനു മുമ്പ് നിങ്ങൾ ഇതിനകം വീഡിയോ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ അത് ലൈക്ക് ചെയ്യാൻ ഞാൻ അഭ്യർത്ഥിക്കുന്നു. നിങ്ങളുടെ സുഹൃത്തുക്കളുമായി പങ്കിടുക. നിങ്ങൾ ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി വാസ്തുശാസ്ത്ര ജ്യോതിഷ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. കമന്റ് സെക്ഷനിൽ ഹർ ഹർ മഹാദേവ്, ഓം നമഃശിവായ എന്ന് എഴുതുക. സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങളോട് എല്ലാ ദിവസവും പറയാറുണ്ട്. എല്ലാ വീഡിയോകളിലും ഞാൻ അത് തന്നെയാണ് പറയുന്നത്.
എന്റെ ചാനലിന് ഒരൊറ്റ ലക്ഷ്യം മാത്രമേയുള്ളൂ, എല്ലാവരുടെയും ക്ഷേമത്തിനായി, എല്ലാവരുടെയും നന്മയ്ക്കായി. എന്റെ വീഡിയോകൾ കാണുന്നതിലൂടെ ഒരാൾക്കെങ്കിലും പ്രയോജനം ലഭിച്ചാൽ ഞാൻ സംതൃപ്തനാകും. സുഹൃത്തുക്കളെ, ഞാൻ എന്നെ ഭാഗ്യവാനായി കരുതുന്നു. അതിനാൽ സുഹൃത്തുക്കളെ, ദയവായി ഞങ്ങളുടെ ചാനലായ വാസ്തുശാസ്ത്ര ജ്യോതിഷ് സബ്സ്ക്രൈബ് ചെയ്യുക. മികച്ച വീഡിയോകൾക്കായുള്ള അറിയിപ്പുകൾ നിങ്ങൾക്ക് ആദ്യം ലഭിക്കുന്നതിനായി സുഹൃത്തുക്കളെ, കട്ടേരി എന്നറിയപ്പെടുന്ന ഈ വെളുത്ത സസ്യത്തിന്റെ അത്ഭുതകരമായ ഗുണങ്ങൾ കേൾക്കുക. ഗ്രാമപ്രദേശങ്ങളിൽ നീലനിറമുള്ള കട്ടേരി സസ്യങ്ങളെ നിങ്ങൾക്ക് കാണാൻ കഴിയും. എന്നാൽ അവയ്ക്ക് അത്ഭുതകരമായ ശക്തികളില്ല. വെളുത്ത പൂക്കളുള്ള നീലനിറമുള്ള കട്ടേരി സസ്യം ആത്മീയവും മതപരവുമായ കാഴ്ചപ്പാടിൽ അത്ഭുതകരമായി കണക്കാക്കപ്പെടുന്നു. സുഹൃത്തുക്കളെ, ഇന്നത്തെ വീഡിയോയിൽ ഈ സസ്യത്തിന്റെ 5-7 അപൂർവ ഞാൻ ആപ്ലിക്കേഷനുകൾ വിശദീകരിക്കുന്നു. തുടക്കം മുതൽ അവസാനം വരെ വീഡിയോ കാണുക. സുഹൃത്തുക്കളെ, ശ്രദ്ധയോടെ കാണുക. വെള്ള കറ്റാർവാഴ ചെടിയുടെ വേരുകൾക്ക് താഴെ വജ്രങ്ങൾ, സ്വർണം, വെള്ളി അല്ലെങ്കിൽ ഒരു സ്വർണ്ണ കലശം പോലും കുഴിച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു. പലരും ഇതുപോലുള്ള കാര്യങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഓരോ വെള്ള കട്ടേരി സസ്യത്തിനും താഴെയും വെള്ള പൂക്കൾക്ക് അടിയിൽ ഒരു നിധി കുഴിച്ചിട്ടിരിക്കുന്നു. അതിനടിയിൽ തറയിൽ കുഴിച്ചിട്ട നിധി തീർച്ചയായും ഉണ്ടെന്ന് മനസ്സിലാക്കുക. നിങ്ങൾ അവിടെ കുഴിയെടുക്കണം. തറയിൽ കുഴിച്ചിട്ട നിധി നിങ്ങൾ തീർച്ചയായും കാണും സുഹൃത്തുക്കളെ. പക്ഷേ അത് 3 സ്ഥലങ്ങളിൽ ഒന്നിൽ ആയിരിക്കണം. 1. ശ്മശാനത്തിൽ വളരുന്ന വെള്ള കത്രിക. കാരണം വെള്ള കത്രിക ശ്മശാനത്തിൽ വളരുന്നു. അതിനാൽ ഈ ചെടിയുടെ ചുവട്ടിൽ ധാരാളം സമ്പത്ത് കാണപ്പെടുന്നു. 2. ക്ഷേത്രത്തിനടുത്ത് നട്ട വെള്ള കത്രികയിലും ഇത് കാണപ്പെടുന്നു. കൂടാതെ കാട്ടിൽ വളരുന്ന വെള്ള കത്രികയുടെ ചുവട്ടിൽ അതിന്റെ ചുവട്ടിൽ നിധി കുഴിച്ചിട്ടിരിക്കാം. അതിനാൽ ഇത് സമ്പത്ത് നേടുന്നതിനുള്ള ആദ്യത്തെ പരിശോധനയാണ്. ഇപ്പോൾ അതിന്റെ ചില അത്ഭുതകരമായ പരിശോധനകൾ ഞങ്ങളെ അറിയിക്കുക. സുഹൃത്തുക്കളെ, അതിന്റെ വെള്ള പൂക്കളിൽ 1 മാത്രം ലഭിക്കുകയാണെങ്കിൽ ശ്രദ്ധയോടെ കേൾക്കുക. വെള്ളിയാഴ്ച ലക്ഷ്മി ദേവിക്ക് വിത്ത് മന്ത്രം ജപിക്കുമ്പോൾ അതിന്റെ വെള്ള പൂക്കളിൽ 1 മാത്രം നിങ്ങൾ നൽകുകയാണെങ്കിൽ ലക്ഷ്മി ദേവി ഉടൻ സന്തോഷവതിയാകും. ലക്ഷ്മി നിങ്ങളിൽ സന്തോഷവതിയാകുമ്പോൾ എല്ലാ ദുഃഖങ്ങളും, വേദനകളും, ദാരിദ്ര്യവും, രോഗങ്ങളും, കടം പ്രശ്നങ്ങളും ഉൾപ്പെടെയുള്ള മറ്റ് രോഗങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നീങ്ങുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. അതിനാൽ ലക്ഷ്മി ദേവിയെ സന്തോഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർ അതിന്റെ പൂക്കൾ കണ്ടാൽ, അല്ലെങ്കിൽ അവർ വെള്ള കത്തിരിപ്പൂവ് കണ്ടാൽ, അവർ അവ ഉപയോഗിച്ച് ലക്ഷ്മി ദേവിക്ക് നൽകാം. അതിന്റെ മരത്തിൽ ഒരു തുള്ളി അമൃതം കാണപ്പെടുന്നു എന്നും വിശ്വസിക്കപ്പെടുന്നു. അതിനാൽ ഉറങ്ങുമ്പോൾ അതിന്റെ വേര് നിങ്ങളുടെ തലയിൽ വെക്കുന്നത് രോഗം ബാധിച്ച് ചലനരഹിതനായി കിടക്കുന്ന ഒരാൾക്ക് പോലും നടക്കാനും ഓടാനും കഴിയും. ഞാൻ ഇത് നിങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഒരു ഗ്രാമത്തിലോ നഗരത്തിലോ താമസിക്കുന്നവരാണെങ്കിൽ, ആരെങ്കിലും നിങ്ങൾക്ക് മന്ത്രം ചൊല്ലി ദീർഘകാലം രോഗിയായി അല്ലെങ്കിൽ രോഗബാധിതനാണെങ്കിൽ, നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ, ഈ വേര് എല്ലാ മന്ത്രങ്ങളെയും നീക്കം ചെയ്യുകയും നിങ്ങളെ രോഗത്തിൽ നിന്ന് മോചിപ്പിക്കുകയും ചെയ്യുന്നു. ഇത് ഈ മന്ത്രങ്ങളിൽ നിന്ന് നിങ്ങളെ മോചിപ്പിക്കുന്നു. അല്ലെങ്കിൽ ഇത് ശക്തിയും അത്ഭുതകരവുമായ ഒരു മരുന്നാണ്. നിങ്ങൾ അതിന്റെ വേര് ഒരു ചുവന്ന തുണിയിൽ പൊതിഞ്ഞ് നിങ്ങളുടെ തലയിണയുടെ അടിയിൽ വെച്ചാൽ സ്വപ്നങ്ങളിലൂടെ ഭൂതകാലം, ഭാവി, വർത്തമാനം എന്നിവ കാണാൻ കഴിയുമെന്നും പറയപ്പെടുന്നു. പലരും തങ്ങളുടെ സ്വന്തം ഭൂതകാലത്തെയും വർത്തമാനകാലത്തെയും കാണാൻ ആഗ്രഹിക്കുന്നു. അതിനാൽ ഈ വേര് ഒരു ചുവന്ന തുണിയിൽ പൊതിഞ്ഞ് നിങ്ങളുടെ തലയിണയുടെ അടിയിൽ വെക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഭൂതകാലം, ഭാവികാലം, വർത്തമാനകാലം എന്നിവ കാണാൻ സാധിക്കും. ഈ പ്രധാനപ്പെട്ട വിഷയം ശ്രദ്ധാപൂർവം കേൾക്കുക.
നിങ്ങൾ മറ്റൊരാളുടെ ഭാവി കാണാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ വേറെ ഒരു ചുവന്ന തുണിയിൽ കെട്ടി നിങ്ങളുടെ കയ്യിൽ പിടിച്ച് ഭൂതകാലം, ഭാവി, വർത്തമാനം എന്നിവ കാണാൻ കഴിയുന്ന ഏതൊരു മന്ത്രവും ഉച്ചരിക്കുക. തന്ത്രത്തെയും മന്ത്രത്തെയും കുറിച്ചുള്ള പുസ്തകങ്ങളിൽ മന്ത്രങ്ങളെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയും. ഭാവി പ്രവചിക്കുന്ന മന്ത്രം ഈ പുസ്തകങ്ങളിൽ കാണാം. ഈ വേര് നിങ്ങളുടെ കയ്യിൽ പിടിച്ച് മന്ത്രം 108 തവണ പറയുക. മന്ത്രം തെളിയിക്കപ്പെടും. വേര് വെച്ച ശേഷം നിങ്ങൾ ഭാവി കാണാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയുടെ പേരും കുലവും എടുക്കുക. നിങ്ങൾ കഴിഞ്ഞ കാലം, വർത്തമാനകാലം, ഭാവി എന്നിവ കാണാൻ തുടങ്ങും. വെള്ള കാറ്റേരിയുടെ വേര് അരച്ച് അത് ദിവസവും തിലകമായി ഉപയോഗിക്കുന്നത് മനസ്സിനെ ശാന്തമാക്കുകയും ബിസിനസ് മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു. വീഡിയോ തുടരുന്നതിന് മുമ്പ് നിങ്ങളുടെ എല്ലാവരോടും ഒരു ചെറിയ അഭ്യർത്ഥന. വീഡിയോ ലൈക്ക് ചെയ്യുക. വാസ്തു ശാസ്ത്ര ജ്യോതിഷ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കമന്റ് ബോക്സിൽ ഹർ ഹർ മഹാദേവ്, ഓം നമഃശിവായ എന്ന് എഴുതുക. സുഹൃത്തുക്കളെ, നിങ്ങൾ അസ്വസ്ഥരാകുകയും ചെറിയ കാര്യങ്ങൾക്ക് ഇടയ്ക്കിടെ ദേഷ്യപ്പെടുകയും ചെയ്യുകയാണെങ്കിൽ ഈ ദേഷ്യം മാറണം. മനസ്സ് ശാന്തമായിരിക്കും. ഇത് മനസ്സിൽ ഏതെങ്കിലും തരത്തിലുള്ള അസ്ഥിരത പ്രവേശിക്കുന്നത് തടയുന്നു. അതിന്റെ വേർ, വള്ളിയുടെ വേർ, മഹുവ മരത്തിന്റെ വേർ എന്നിവ നിങ്ങളുടെ വീട്ടിൽ കുഴിച്ചിടുന്നത് ഏതൊരു താന്ത്രിക തടസ്സങ്ങളെയും തടയുന്നു. താന്ത്രിക തടസ്സങ്ങൾ ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്നവർ വെളുത്ത കത്തി കൊണ്ടുപോകേണ്ടതില്ല. ആരെങ്കിലും കട്ടേരി കൊണ്ടുവന്നാൽ ഇവ തീർച്ചയായും പ്രവർത്തിക്കും. അതിനാൽ കട്ടേരിയുടെ വേർ, വള്ളിയുടെ വേർ, മഹുവയുടെ വേർ എന്നിവ വീട്ടിൽ കുഴിച്ചിടണം. ഇത് കുടുംബത്തെ തന്ത്രപരമായ തടസ്സങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നു. ലക്ഷ്മി ദേവി വീട്ടിൽ സ്ഥിരമായി വസിക്കുന്നു. കൂടാതെ പണത്തിന്റെ കുറവ് ഒരിക്കലും ഉണ്ടാകില്ല. സുഹൃത്തുക്കളെ, ലക്ഷ്മി ദേവി സ്ഥിരമായി വസിക്കുന്ന വീട്ടിൽ ഒരിക്കലും പണത്തിന്റെ കുറവ് ഉണ്ടാകില്ലെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. അത്തരം വീട് സ്വർഗം പോലെ മാറും. സുഹൃത്തുക്കളെ, ഒരു ശത്രു നിങ്ങളെ കൂടുതൽ ശല്യപ്പെടുത്തുകയാണെങ്കിൽ ഏതെങ്കിലും ശനിയാഴ്ച പോയി അതിന്റെ വേരും പൂവും പറിച്ചെറിയുക. രണ്ടും ഒരു കറുത്ത തുണിയിൽ കെട്ടി ശത്രുവിന്റെ പേര് ഉച്ചരിച്ച് പൂവും വേരും ആറ്റിൽ ഒഴിക്കുക. ഇത് എല്ലാത്തരം ശത്രുക്കളെയും അകറ്റും. സുഹൃത്തുക്കളെ, ആയുർവേദത്തിൽ വിവരിച്ചിട്ടുള്ള ഈ സസ്യത്തിന്റെ മറ്റൊരു പ്രത്യേകവും അപൂർവവുമായ ഉപയോഗം കേൾക്കുക. നിങ്ങൾക്ക് പല്ലുവേദന ഉണ്ടെങ്കിൽ പല്ലുവേദനയാൽ ബുദ്ധിമുട്ടുന്ന നിരവധി ആളുകളുണ്ട്. കത്തഹരി മരത്തിന്റെ വിത്തുകൾ അരച്ച് വേദനയുള്ള ഭാഗത്ത് പുരട്ടുക. ഇത് പല്ലുവേദനയെ സുഖപ്പെടുത്തുന്നു. കന്ദഹാരി മരത്തിന്റെ സത്ത് പുകയ്ക്കുകയോ അല്ലെങ്കിൽ അതിന്റെ പുക നിങ്ങളുടെ വായിലേക്ക് വലിച്ചെടുത്ത് പിന്നീട് അത് പുറത്തുവിടുകയോ ചെയ്യുക. നിങ്ങളുടെ പല്ലുകളിലുള്ള ഏതൊരു പുഴുക്കളെയും ഇത് കൊല്ലും. ഇത് ആയുർവേദത്തിലും വളരെ പ്രയോജനകരമാണെന്ന് കണക്കാക്കപ്പെടുന്നു. ഈ സസ്യം മതപരവും ആത്മീയവുമായ കാഴ്ചപ്പാടിലും വളരെ പ്രയോജനകരമാണെന്ന് കണക്കാക്കപ്പെടുന്നു. ഇതിന്റെ മറ്റ് എന്തെങ്കിലും അറിയുന്നതും അത്ഭുതകരവുമായ ഉപയോഗങ്ങൾ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ദയവായി അഭിപ്രായ വിഭാഗത്തിൽ പങ്കിടുക. ഭാവിയിൽ ഈ സസ്യം നിങ്ങൾ കണ്ടാൽ ദയവായി ഈ വിവരങ്ങളും ഈ പരീക്ഷണവും ശ്രമിക്കുക. നിങ്ങളുടെ സ്വന്തം ജീവിതത്തിൽ ഈ അത്ഭുതകരമായ ഉപയോഗങ്ങൾ നിങ്ങളുടെ കണ്ണുകൊണ്ട് കാണാൻ കഴിയും. ഇത് യഥാർത്ഥത്തിൽ ദിവ്യവും പ്രകൃത്യാതീതവുമായ ഒരു പ്രയോഗമാണ്. ഇന്ന് ക്ഷേത്രത്തിലെ പാത്രത്തിൽ വെക്കുന്ന വെള്ളം എന്തുകൊണ്ട് വളരെ പ്രധാനമാണ് എന്നും അത് എങ്ങനെ ശരിയായി ഉപയോഗിക്കണം എന്നും നമുക്ക് ചർച്ച ചെയ്യാം. ക്ഷേത്രത്തിലെ പാത്രം ഏത് ലോഹം കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്, എന്താണ് വേണ്ടതെന്നും നമുക്ക് പഠിക്കാം. പിച്ചള, ചെമ്പ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും. പലരും അറിയാതെ തെറ്റ് ചെയ്യുന്നു, പിന്നീട് അവർ ഖേദിക്കുന്നു. ഈ വീഡിയോയിൽ ഈ തെറ്റുകൾ എങ്ങനെ ഒഴിവാക്കാമെന്ന് ഞങ്ങൾ കാണിക്കും.
കാരണം അവ ദോഷകരമാണ്. ഒരു പാത്രം വെള്ളം എപ്പോഴും ക്ഷേത്രത്തിൽ ശരിയായി വെക്കണം. ഇപ്പോൾ വീട്ടിലെ വിളക്കുകളെക്കുറിച്ച് സംസാരിക്കാം. നിങ്ങൾ ചെമ്പ്, ഇരുമ്പ്, പിച്ചള, ഓട് അല്ലെങ്കിൽ കളിമൺ വിളക്കുകൾ വെക്കണോ? ശരിയായ വിളക്ക് തിരഞ്ഞെടുക്കാത്തതും വീട്ടിൽ പ്രശ്നങ്ങൾക്ക് കാരണമാകും. കൂടാതെ തിരഞ്ഞെടുക്കുന്നതും പ്രധാനമാണ്. പച്ചയായ കൽവ പുണ്യനൂൽ അനുയോജ്യമാണോ അതോ പരുത്തി അല്ലെങ്കിൽ പരുത്തി നൂൽ മികച്ച തിരഞ്ഞെടുപ്പാണോ? ഈ ചെറിയ വിശദാംശങ്ങൾ അവഗണിക്കുന്നത് പിതൃദോഷം, ശനിദോഷം, കാൽ സർപ്പദോഷം അല്ലെങ്കിൽ ദാരിദ്ര്യം പോലുള്ള പ്രശ്നങ്ങളിലേക്ക് നയിക്കും. സുഹൃത്തുക്കളെ, ഈ വീഡിയോ പാതിവഴിയിൽ ഉപേക്ഷിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇപ്പോൾ തന്നെ അത് ചെയ്യാം. എന്നാൽ ലക്ഷ്മി ദേവിയെ അപമാനിക്കുന്നത് നിങ്ങൾക്ക് നല്ലതല്ലെന്ന് ഓർക്കുക. പ്രധാന വാതിലിൽ വെള്ളം തളിക്കാൻ ശരിയായ സമയവും രീതിയും എന്താണെന്ന് പലരും ചോദിക്കുന്നു. കുളിച്ചതിനു ശേഷമാണോ അല്ലാതെയോ ഇത് ചെയ്യേണ്ടത്? തുടയ്ക്കുന്നതിന് മുമ്പോ ശേഷമോ വെള്ളം തളിക്കണോ? ആർത്തവ സമയത്ത് പ്രധാന വാതിലിൽ വെള്ളം തളിക്കാമോ അല്ലെങ്കിൽ വിളക്ക് കൊളുത്താമോ എന്നത് പതിവായി ചോദിക്കുന്ന ചോദ്യമാണ്. മറ്റൊരു ചോദ്യം, പ്രധാന വാതിലിൽ വെള്ളം അർപ്പിക്കുമ്പോൾ അത് അകത്ത് നിന്ന് ചെയ്യാമോ അതോ പുറത്ത് നിന്ന് ചെയ്യാമോ? അപ്പാർട്ട്മെന്റുകളിലോ വാടക വീടുകളിലോ താമസിക്കുന്ന ആളുകൾക്ക് വിളക്ക് ദാനം ചെയ്യാനും പ്രധാന വാതിലിൽ വെള്ളം തളിക്കാനും ഉള്ള ശരിയായ മാർഗം എന്താണ്? ഇന്നത്തെ വീഡിയോ ഈ ചോദ്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു. ആദ്യം, വീടിന്റെ അകത്തും പുറത്തും വിളക്ക് കൊളുത്തുന്നതിലൂടെ ഉണ്ടാകുന്ന നന്മകൾ നമുക്ക് പരിശോധിക്കാം. പ്രത്യേകിച്ച് വീടിന് പുറത്ത് വിളക്ക് കൊളുത്തുന്നതിലൂടെ ഉണ്ടാകുന്ന 5 പ്രധാന പ്രയോജനങ്ങൾ നിങ്ങളെ അത്ഭുതപ്പെടുത്തിയേക്കാം. ദൈവത്തെ ആരാധിക്കുന്നതിൽ വിളക്ക് കൊളുത്തുന്നതിന്റെ പ്രാധാന്യം എല്ലാവർക്കും മനസ്സിലാകും. ഹിന്ദുമതത്തിൽ ശുദ്ധമായ നെയ്യോ കടുക് എണ്ണയോ ഉപയോഗിച്ച് വിളക്ക് കൊളുത്തുന്നത് വളരെ പവിത്രമായി കണക്കാക്കപ്പെടുന്നു. കൂടാതെ എള്ളെണ്ണ ഉപയോഗിച്ചുള്ള വിളക്കുകളും സാധാരണയായി ഉപയോഗിക്കാറുണ്ട്. എന്നിരുന്നാലും ദൈവത്തിന് മുന്നിൽ വിളക്ക് കൊളുത്തുന്നത് വെറുമൊരു ആരാധനാരീതി മാത്രമല്ല, വീടിനകത്തും പുറത്ത് വിളക്ക് കത്തിക്കുന്നത് ധാരാളം പ്രയോജനങ്ങൾ നൽകുന്നു. വിളക്ക് കത്തിക്കുന്നത് പോസിറ്റീവ് ഊർജം സൃഷ്ടിക്കുക മാത്രമല്ല 5 പ്രധാന ഗുണങ്ങളും നൽകുന്നു. അതിനാൽ ആദ്യം നമുക്ക് പരിശോധിക്കാം. അത് ഭൂമിയിൽ നിന്ന് ഇരുട്ട് നീക്കം ചെയ്യുന്നു. വിളക്ക് കത്തിക്കുന്നത് ഇരുട്ട് നീക്കം ചെയ്യുക മാത്രമല്ല നെഗറ്റീവ് ഊർജത്തെയും വീട്ടിൽ നിന്ന് പുറത്താക്കുന്നു. വിളക്ക് കത്തിക്കുന്ന സ്ഥലത്ത് പോസിറ്റീവ് ഊർജം അവിടെ വസിക്കുന്നു. സ്വാഭാവികമായും പോസിറ്റീവ് ഊർജമുള്ളിടത്ത് ദൈവവും അവിടെ വസിക്കുന്നു. അതിനാൽ സന്ധ്യയാകുന്നതിന് മുൻപ് വിളക്ക് കൊളുത്തുന്നത് മംഗളകരമായി കണക്കാക്കപ്പെടുന്നു. എണ്ണ വിളക്കിന്റെ ഫലം അണഞ്ഞതിനു ശേഷവും അരമണിക്കൂർ നീണ്ടു നിൽക്കും. അതേസമയം ശുദ്ധമായ നെയ്യ് കൊണ്ട് കൊളുത്തുന്ന വിളക്ക് ഏകദേശം 4 മണിക്കൂർ വമണ്ഡലത്തെ പോസിറ്റീവായി നിലനിർത്തുന്നു. നമ്പർ 2, വിളക്ക് കത്തിക്കുന്നതിന്റെ ശാസ്ത്രീയ ഗുണങ്ങൾ. ശുദ്ധമായ നെയ്യോ കടുകെണ്ണയോ ഉപയോഗിച്ച് കത്തിക്കുന്ന വിളക്ക് വീട്ടിൽ കത്തിക്കുമ്പോൾ അതിന്റെ പുക വീടിന് ആത്മീയത നൽകുന്നു. ഈ പുക ദോഷകരമായ കണങ്ങളെ നശിപ്പിച്ച് വലിമണ്ഡലത്തെ ശുദ്ധീകരിക്കുന്നു. നമ്പർ 3, സന്തോഷവും സമൃദ്ധിയും വസിക്കുന്നു. ദൈവത്തിന്റെ മുന്നിൽ വിളക്ക് കത്തിക്കുന്ന വീട് ലക്ഷ്മി ദേവിയാൽ ആശീർവദിക്കപ്പെടുന്നു. അത്തരം വീട് സന്തോഷത്താലും സമ്പൽ സമൃദ്ധിയാലും അനുഗ്രഹിക്കപ്പെടുന്നു. കിഴക്ക് ദിശയിൽ ഒരു വിളക്ക് വെക്കുന്നത് ദീർഘായുസ് ഉറപ്പാക്കുന്നു. കൂടാതെ അത് വടക്ക് ദിശയിൽ വെക്കുന്നത് സമ്പത്ത് വർദ്ധിപ്പിക്കുന്നു. ഒരു വിളക്ക് വീട്ടിൽ നിന്ന് ഇരുട്ട് നീക്കുക മാത്രമല്ല നമ്മുടെ ജീവിതത്തെയും പ്രകാശമാനമാക്കുന്നു. 4, ഇത് രോഗങ്ങളെ തടയാൻ സഹായിക്കുന്നു. വീട്ടിൽ ഒരു വിളക്ക് കത്തിക്കുന്നത് രോഗങ്ങളെ തടയുകയും എല്ലാ കുടുംബാംഗങ്ങൾക്കും ആരോഗ്യപരമായ ഗുണങ്ങൾ നൽകുകയും ചെയ്യുന്നു. പ്രത്യേകിച്ചും ഒരു
ഗ്രാമ്പൂ വിളക്കിനൊപ്പം കത്തിച്ചാൽ അതിന്റെ ഫലം ഇരട്ടിയാകും. ഇത് ചർമ്മ സംബന്ധമായ രോഗങ്ങളെ സുഖപ്പെടുത്താൻ സഹായിക്കുന്നു. 5-ാം നമ്പർ നല്ല ഊർജ്ജങ്ങളെ ആകർഷിക്കുന്നു. സനാതനധർമ്മമനുസരിച്ച് രാവിലെയും വൈകുന്നേരവും വിളക്ക് കത്തിക്കുന്ന വീട് ഒരിക്കലും ഇരുട്ടിലായിരിക്കില്ല. അത്തരം വീട് നല്ല ഊർജ്ജങ്ങളെ ആകർഷിക്കുന്നു. കത്തുന്ന വിളക്ക് ഒരു കാന്തം പോലെ നല്ല ഊർജ്ജങ്ങളെ ആകർഷിക്കുന്നു. ഇത് വീടിന് വളരെ പ്രയോജനകരമാണ്. അതിനാൽ സുഹൃത്തുക്കളെ, ഇപ്പോൾ പ്രധാന വാതിലിൽ വെള്ളം തളിക്കുന്നതിനുള്ള ശരിയായ സമയവും രീതിയും പഠിക്കാം. നിങ്ങൾ പ്രധാന വാതിലിൽ വെള്ളം നൽകുകയാണെങ്കിൽ രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ഒരു പാത്രത്തിൽ വെള്ളം ശേഖരിക്കാൻ ഓർമ്മിക്കണം. നിങ്ങൾക്ക് ചെമ്പ്, പിച്ചള അല്ലെങ്കിൽ വെള്ളി പോലുള്ള ഏതൊരു പാത്രവും ഉപയോഗിക്കാം. നിങ്ങളുടെ പക്കൽ ഗംഗാജലം ഉണ്ടെങ്കിൽ അതിൽ ഒരു ചെറിയ അളവിൽ ചേർത്ത് പിന്നീട് പാത്രത്തിൽ ശുദ്ധജലം നിറയ്ക്കുക. ഗംഗാ ജലം ലഭ്യമല്ലെങ്കിൽ ശുദ്ധജലം മാത്രം മതിയാകും. ഈ പാത്രം നിങ്ങളുടെ അടുക്കളയിൽ വെള്ളം നിറച്ച് വെക്കുക. രാവിലെ ഉണരുമ്പോൾ ഈ വെള്ളം നിങ്ങളുടെ വീടിന്റെ പ്രധാന വാതിലിൽ തളിക്കുക. രാവിലെ ഈ വെള്ളം പ്രധാന വാതിലിൽ തളിക്കുന്നത് എല്ലാ വീട്ടു പ്രശ്നങ്ങളെയും ഇല്ലാതാക്കും. നെഗറ്റീവ് ഊർജം, മാനസിക സമ്മർദ്ദം, സാമ്പത്തിക പ്രശ്നങ്ങൾ അല്ലെങ്കിൽ വാസ്തു കുറവുകൾ എന്നിവയാൽ നിങ്ങൾ ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ ഈ പരിഹാരം സഹായിക്കും. അടുക്കളയിൽ സൂക്ഷിച്ചിരിക്കുന്ന വെള്ളം പ്രധാന വാതിലിൽ തളിക്കുന്നത് നിങ്ങളുടെ വീട്ടിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സഹായിക്കും. ഈ പരിഹാരം വാസ്തുദോഷങ്ങളും പിതൃദോഷങ്ങളും ഇല്ലാതാക്കുക മാത്രമല്ല, കൂടോത്രം അല്ലെങ്കിൽ ദുഷ്ടശക്തികളുടെ ഫലങ്ങളെയും ഇല്ലാതാക്കാൻ സഹായിക്കുന്നു. ഈ പരിഹാരം പതിവായി ചെയ്യുന്നത് വീട്ടിൽ സന്തോഷവും ഐശ്വര്യവും നിലനിർത്തുകയും രോഗങ്ങളിൽ നിന്ന് ആശ്വാസം നൽകുകയും ചെയ്യുന്നു. സൂര്യോദയത്തിന് മുമ്പ് ഈ വെള്ളം പ്രധാന വാതിലിൽ തളിക്കണം. സൂര്യോദയത്തിന് ശേഷം പ്രധാന വാതിലിൽ മറ്റൊരു വെള്ളം കഴുകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് സാരമില്ല. എന്നിരുന്നാലും ഈ പ്രത്യേക വെള്ളം സൂര്യോദയത്തിന് മുമ്പ് തളിക്കണം. ഈ വെള്ളം തളിക്കുന്നതിന് മുമ്പ് കുളിക്കണോ അതോ കുളിക്കാതെ ചെയ്യാമോ എന്ന് പലരും ചോദിക്കാറുണ്ട്. രാവിലെ പ്രധാന വാതിലിൽ തളിക്കുന്ന വെള്ളം ഒരു പ്രധാന പരിഹാരമാണ്. കുളിച്ചതിന് ശേഷം അത് ചെയ്യേണ്ട ആവശ്യമില്ല. അതിരാവിലെ എഴുന്നേറ്റ് അടുക്കളയിലേക്ക് പോയി നിങ്ങൾ ഇതിനകം ശേഖരിച്ച വെള്ളം എടുത്ത് പ്രധാന വാതിലിലേക്ക് പോകുക. വാതിൽ തുറന്ന് ഈ വെള്ളം തളിക്കുക. തളിക്കുമ്പോൾ നിങ്ങളുടെ പൂർവികരെയും ലക്ഷ്മി ദേവിയെയും ധ്യാനിക്കാൻ മറക്കരുത്. ലക്ഷ്മി ദേവി ഓരോ വീട്ടിലേക്കും അതിരാവിലെ എത്തുമെന്നാണ് പറയപ്പെടുന്നത്. വാതിലുകൾ തുറന്നിരിക്കുന്നതും വെള്ളം തളിച്ചതുമായ വീടുകളിലേക്ക് അവൾ പ്രവേശിക്കുന്നു. വെള്ളം തളിക്കുമ്പോൾ ലക്ഷ്മി ദേവിയെ മനസ്സിൽ പ്രാർത്ഥിക്കുക. ഓ ലക്ഷ്മി ദേവി, ദയവായി എന്റെ വീട്ടിലേക്ക് പ്രവേശിക്കൂ. ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യാൻ തയ്യാറാണ്. അടുത്തതായി നിങ്ങളുടെ പൂർവികരെക്കുറിച്ച് ധ്യാനിക്കുക. കാരണം നിങ്ങളുടെ വീടിന്റെ വാതിൽ പൂർവികരുടെ വാസസ്ഥലമായി കണക്കാക്കപ്പെടുന്നു. നിങ്ങൾ വാതിലിൽ വെള്ളം തളിക്കുമ്പോൾ പൂർവികർ സന്തോഷിക്കുകയും അവരുടെ ആശീർവാദങ്ങൾ ലഭിക്കുകയും ചെയ്യും. കുളിക്കേണ്ട ആവശ്യമില്ല. കുളിക്കാതെ ഇത് ചെയ്യാം. ഇപ്പോൾ നിങ്ങളുടെ അടുത്ത ചോദ്യത്തിന് ഉത്തരം നൽകാം. തുടച്ചതിന് ശേഷം വെള്ളം തളിക്കണോ അതോ അതിന് മുമ്പ് തളിക്കണോ? ഉത്തരം എന്തെന്നാൽ രാവിലെ ഉണർന്നാൽ ആദ്യം ചെയ്യേണ്ടത് വെള്ളം തളിക്കുക എന്നതാണ്. പിന്നീട് തുടയ്ക്കാം. രാവിലെ ഉണർന്നാൽ നിങ്ങളുടെ കട്ടിലിൽ ഇരുന്ന് നിങ്ങളുടെ ഉള്ളം കൈകൾ നോക്കി ലക്ഷ്മി ദേവിയെ ധ്യാനിക്കുക. നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ താഴെ പറയുന്ന മന്ത്രം ഉച്ചരിക്കാം. കരവസ്തേ ലക്ഷ്മി കർമ്മധ്യ സരസ്വതി കർമുലായന്തു ബ്രഹ്മപ്രഭാതകർ. ദർശനം കഴിഞ്ഞ് നിങ്ങളുടെ കൈകൾ കൂപ്പി ദൈവങ്ങൾക്ക് നിങ്ങളുടെ ആദരവ് അർപ്പിക്കുക. ഇതിനുശേഷം നിങ്ങളുടെ കൈകൾ കൊണ്ട് തറയിൽ തൊട്ട് പതുക്കെ നിങ്ങളുടെ വലത് പാദം തറയിൽ വെക്കുക. പിന്നീട് അടുക്കളയിലേക്ക് പോയി കുറച്ച് വെള്ളം എടുത്ത് പ്രധാന വാതിലിൽ തളിക്കുക.
വെള്ളം തളിക്കുമ്പോൾ ലക്ഷ്മി ദേവിയെയും നിങ്ങളുടെ പൂർവികരെയും ധ്യാനിക്കാൻ മറക്കരുത്. അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലേക്ക് തിരികെ വന്ന് തുടയ്ക്കുക, കുളിക്കുക തുടങ്ങിയ നിങ്ങളുടെ ദൈനംദിന കാര്യങ്ങൾ തുടരാം. ഇപ്പോൾ ചിലർ ചോദിക്കുന്നു, വെള്ളം തളിച്ചതിനു ശേഷം പ്രധാന വാതിൽ വൃത്തിയാക്കാൻ കഴിയുമോ? അതെ, നിങ്ങൾക്ക് കഴിയും. ആദ്യം അടുക്കളയിൽ നിന്ന് വരുന്ന വെള്ളം പ്രധാന വാതിലിൽ തളിക്കുക. ഇതിനുശേഷം ബാക്കിയുള്ള വെള്ളം എടുത്ത് ഒരു തുടപ്പും അല്ലെങ്കിൽ വെള്ളവും ഉപയോഗിച്ച് പ്രധാന വാതിൽ നന്നായി വൃത്തിയാക്കുക. ചിലർ ഒരു ഫ്ലാറ്റിൽ അല്ലെങ്കിൽ വാടകമുറിയിൽ താമസിക്കുമ്പോൾ എവിടെ വെള്ളം തളിച്ച് വിളക്കുകൾ വെക്കണം എന്ന് ചോദിക്കുന്നു. ഉത്തരം എന്തെന്നാൽ, നിങ്ങളുടെ വീടിന്റെ പ്രധാന പ്രവേശന കവാടം പരിഗണിക്കണം. ഇതിനർത്ഥം വെള്ളം തളിച്ച് നിങ്ങളുടെ പേര് ബോർഡോ ഉള്ള വാതിലിൽ വിളക്കുകൾ വെക്കുക എന്നതാണ്. നിങ്ങൾക്ക് ഒരു മുറി മാത്രമേയുള്ളൂവെങ്കിൽ മുറിയുടെ വാതിലിനെ പ്രധാന പ്രവേശന കവാടമായി കണക്കാക്കി അവിടെ ഈ ചടങ്ങ് ചെയ്യുക. അടുത്ത ചോദ്യം, ആർത്തവ സമയത്ത് പ്രധാന പ്രവേശന കവാടത്തിൽ വെള്ളം തെളിച്ച വിളക്കുകൾ വയ്ക്കാൻ കഴിയുമോ എന്നതാണ്. ആർത്തവം വെള്ളം തളിക്കുന്നതിൽ ഒരു ഫലവും ഉണ്ടാക്കില്ല. നിങ്ങൾക്ക് വെള്ളം തളിക്കാം. എന്നിരുന്നാലും വിളക്കുകൾ നൽകുന്നത് ഒരു ആചാരപരമായ ആരാധനയായി കണക്കാക്കപ്പെടുന്നു. കൂടാതെ ശുദ്ധിയില്ലാതെ ചെയ്യാൻ കഴിയില്ല. ഇതിനർത്ഥം നിങ്ങളുടെ ആർത്തവം കഴിഞ്ഞതിനു ശേഷം മാത്രമേ വിളക്കുകൾ നൽകാവൂ എന്നാണ്. കൂടാതെ ചിലർ അമ്പലത്തിൽ വെള്ളം വയ്ക്കുന്നത് ആവശ്യമാണോ എന്നും വെള്ളം എന്തു ചെയ്യണം എന്നും ചോദിക്കുന്നു. വേദങ്ങൾ അനുസരിച്ച് വീട്ടിലെ അമ്പലത്തിൽ ഒരു പാത്രം വെള്ളം വയ്ക്കുന്നത് വളരെ പ്രധാനമാണ്. വെള്ളം ഊർജം സംഭരിക്കുന്നു. നിങ്ങൾ പൂജ ചെയ്യുമ്പോൾ, മന്ത്രങ്ങൾ ഉച്ചരിക്കുമ്പോൾ അല്ലെങ്കിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ഇവയുടെയെല്ലാം ശക്തി വെള്ളത്തിൽ ആഗിരണം ചെയ്യപ്പെടുന്നു. അതുകൊണ്ടാണ് അമ്പലത്തിൽ വെള്ളം വയ്ക്കുന്നത് അത്യാവശ്യം. രാവിലെ പൂജയുടെ സമയത്ത് അമ്പലത്തിൽ ഒരു പാത്രം വെള്ളം വച്ച് വിളക്ക് കത്തിക്കുക. ഇത് അഗ്നിയുടെയും വെള്ളത്തിന്റെയും സന്തുലിതാവസ്ഥയെ സൂചിപ്പിക്കുന്നു. പൂജയ്ക്ക് ശേഷം ഈ വെള്ളം ചെടികളിൽ ഒഴിക്കുകയോ അല്ലെങ്കിൽ വീടിന്റെ നല്ല ഉദ്ദേശ്യങ്ങൾക്കായി തളിക്കുന്നത് പോലെ ഉപയോഗിക്കുക. ഇത് പോസിറ്റീവ് ഊർജം വർദ്ധിപ്പിക്കുന്നു. രാവിലെ പൂജയുടെ സമയത്ത് അമ്പലത്തിൽ വെള്ളം വെക്കാറുണ്ട്. അടുത്ത ദിവസം രാവിലെ നിങ്ങൾ ആരാധനയ്ക്ക് പോകുമ്പോൾ ആദ്യം ഈ വെള്ളം ഉപയോഗിക്കുക. ഈ വെള്ളം നിങ്ങൾക്ക് വീട് മുഴുവൻ തളിക്കാം. ഈ വെള്ളം നിങ്ങളുടെ വീടിനെ ശുദ്ധീകരിക്കുന്നു. കാരണം ഇത് പോസിറ്റീവ് ഊർജത്താൽ നിറഞ്ഞിരിക്കുന്നു. ഇത് പല രോഗങ്ങളെയും സുഖപ്പെടുത്തുന്നു. കൂടാതെ നെഗറ്റീവ് ശക്തി വീട്ടിലേക്ക് പ്രവേശിക്കുന്നത് തടയുന്നു. നിങ്ങൾ ഈ വെള്ളം തുടർച്ചയായി തളിക്കുകയാണെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള പ്രശ്നങ്ങൾ ക്രമേണ അപ്രത്യക്ഷമാകും. ചില സമയങ്ങളിൽ മരുന്നുകൾ ഫലിക്കുന്നില്ലെന്ന് ആളുകൾ പരാതി പറയാറുണ്ട്. ഇത്തരം സാഹചര്യങ്ങളിൽ രോഗിക്ക് മരുന്നുകളോടൊപ്പം ഈ വെള്ളം ചേർത്ത് വെള്ളം നൽകിയാൽ മരുന്നുകൾ വേഗത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങും. അതുപോലെ കുടുംബത്തിൽ വഴക്കുകളും കലഹങ്ങളും ഉണ്ടെങ്കിൽ എല്ലാ കുടുംബ അംഗങ്ങൾക്കും ഈ വെള്ളം അല്പം കുടിക്കാം. ഇത് ക്രമേണ നല്ല ചിന്തകളുടെ ഒഴുക്ക് ആരംഭിച്ച് വീടിന് സമാധാനവും ഐക്യവും നൽകുന്നു. നിങ്ങൾക്ക് ഒരു ബിസിനസ്സോ കടയോ ഉണ്ടെങ്കിൽ ഈ വെള്ളം അല്പം തളിക്കുക. ഇത് നിങ്ങളുടെ തൊഴിലിനെ വിജയകരമാക്കുന്നു. കൂടാതെ ഏതൊരു പ്രശ്നങ്ങളിൽ നിന്നും നിങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യുന്നു. കാരണം ഈ വെള്ളം വളരെ പോസിറ്റീവ് ഊർജത്താൽ നിറഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ക്ഷേത്രത്തിൽ വെള്ളം എന്തുകൊണ്ടാണ് വെക്കുന്നത് എന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം. വെള്ളം അമൃതായി കണക്കാക്കപ്പെടുന്നു. കൂടാതെ ദൈവങ്ങൾക്കും ദേവതകൾക്കും പ്രത്യേക പ്രാധാന്യമുള്ളതാണ്. ക്ഷേത്രത്തിൽ ഒരു പാത്രം വെള്ളം വെക്കുന്നത് ദിവസവും ഭക്ഷണം കഴിക്കുന്നത്
പോലെ പ്രധാനമാണ്. നമ്മൾ ദൈവത്തെ വണങ്ങുമ്പോൾ ഒരു പാത്രം വെള്ളം ഒരു ചെമ്പ് അല്ലെങ്കിൽ പിച്ചള പാത്രത്തിൽ വെക്കണം. ഈ വെള്ളം ഒരു കടൽ പോലെയാണ്, നമ്മുടെ ജീവിതത്തിലെ ദുഃഖങ്ങൾ നീക്കാൻ സഹായിക്കുന്നു. ആരെങ്കിലും ദിവസവും ദൈവത്തിന് ഭക്ഷണം നൽകാൻ കഴിയുന്നില്ലെങ്കിൽ അവർക്ക് അമ്പലത്തിൽ ഒരു പാത്രം വെള്ളം വെക്കാം. അത് അവരുടെ ആരാധനയെ പൂർണ്ണമാക്കുന്നു. അതുവഴി ദൈവം അത് സ്വീകരിക്കും. അടുത്ത ദിവസം രാവിലെ നിങ്ങൾക്ക് ഈ വെള്ളം പ്രസാദമായി കഴിക്കാം. പക്ഷേ ഓർക്കുക, ഒരു അമ്പലത്തിൽ വെക്കുന്ന വെള്ളം ഒരിക്കലും തുളസി ചെടിക്ക് നൽകാൻ പാടില്ല. കാരണം ഈ വെള്ളം എല്ലാ ദേവന്മാരും ദേവിമാരും കുടിക്കുന്നു. നിങ്ങളുടെ വീട്ടിൽ ലഡ്ഡു ഗോപാലനോ രാധാകൃഷ്ണനോ ഉണ്ടായിരുന്നെങ്കിൽ അവർക്ക് ഒരു പാത്രം വെള്ളം നൽകിയാൽ അടുത്ത ദിവസം രാവിലെ തുളസി ചെടിക്ക് ആ വെള്ളം നൽകാം. ക്ഷേത്രത്തിൽ വെച്ചിരിക്കുന്ന വെള്ളം അടുത്ത ദിവസം രാവിലെ നിങ്ങളുടെ കണ്ണുകൾ കഴുകാൻ ഉപയോഗിക്കുക. ഇത് കൺകാഴ്ച മെച്ചപ്പെടുത്തുകയും കണ്ണിലെ രോഗങ്ങൾ സുഖപ്പെടുത്തുകയും ചെയ്യുന്നു. വേദങ്ങൾ അനുസരിച്ച് ക്ഷേത്രത്തിൽ ഒരു പാത്രത്തിൽ വെള്ളം നിറയ്ക്കാത്തവർക്ക് അവരുടെ വീടുകളിൽ ദാരിദ്ര്യം നേരിടേണ്ടി വരും. വീടിന്റെ അവസ്ഥ മോശമാകും.